ഹരേ രാമ. ഭാരതീയ സംസ്കാരത്തിൻ്റെ ആത്മാവായ രാമായണത്തിൽ ഉജ്ജ്വലമായ നിരവധി കഥാപാത്രങ്ങളുണ്ട്. എന്നാൽ അതിൽ മനുഷ്യരല്ലാത്ത പക്ഷികളായ രണ്ട് സഹോദരന്മാർ വായനക്കാരുടെ ഹൃദയത്തിൽ കണ്ണുനീരിൻ്റെയും ആദരവിൻ്റെയും നനവ് പടർത്തുന്നു. സമ്പാദിയും ജടായുവും. ഇടയ്ക്ക് ഞാൻ ആലോചിക്കാറുണ്ട്, ജടായുവിനെയും സമ്പാദിയെയും പക്ഷികളായി എന്തിനാണ് വാൽമീകി അവതരിപ്പിച്ചത് എന്ന്. അവർ സത്യത്തിൽ ദേവഗണത്തിൽപ്പെടുന്ന മഹാത്മാക്കളായിരുന്നു. സൂര്യൻ്റെ സാരഥിയായ അരുണൻ്റെ പുത്രന്മാരും ഗരുഡവംശത്തിൻ്റെ രാജാക്കന്മാരുമായ ഇവർ കേവലം പക്ഷികളായിരുന്നില്ല. മറിച്ച് സഹോദര സ്നേഹത്തിൻ്റെ ആഴവും വാക്കുപാലിക്കലിൻ്റെ മഹത്വവും ഈശ്വരനോടുള്ള പരമമായ സമർപ്പണവും സ്വന്തം ജീവിതം കൊണ്ട് എഴുതി ചേർത്ത മഹാത്മാക്കളായിരുന്നു അവർ. വാൽമീകി രാമായണത്തിലെ ഈ രണ്ട് പക്ഷികളുടെയും കഥ കേവലം ഒരു ചരിത്രമല്ല, ഹൃദയത്തെ പിടിച്ചുലയ്ക്കുന്ന ഒരു ഹൃദയസ്പർശിയായ കാവ്യമാണ്. രാമായണത്തിൽ സ്നേഹത്തിൻ്റെയും ധീരതയുടെയും ഏറ്റവും വലിയ പ്രതീകമാണ് ജടായു. ദണ്ഡകാരണ്യത്തിൽ വനവാസകാലത്ത് ശ്രീരാമനും സീതയും ലക്ഷ്മണനും കഴിയുമ്പോൾ അവർക്ക് കാവലായി നിന്നത് ജടായുവായിരുന്നു. ദശരഥ മഹാരാജാവിൻ്റെ പഴയകാല സുഹൃത്തായ ജടായു രാമനെ സ്വന്തം മകനെ പോലെയാണ് സ്നേഹിച്ചത്. രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയി ആകാശമാർഗെ പോകുമ്പോൾ വനത്തിൻ്റെ മുകളിലിരുന്ന് സീത ഉറക്കെ നിലവിളിച്ചു, ഹാ രാമ, ഹാ ലക്ഷ്മണ, എന്നെ രക്ഷിക്കണേ, ഈ കാട്ടിൽ ആരുമില്ലേ എന്നെ സഹായിക്കാൻ. ആ വിലാപം കേട്ടത് വൃദ്ധനായ ജടായു മാത്രമാണ്. തനിക്ക് രാവണനോട് ജയിക്കാൻ കഴിയില്ലെന്ന് ഒരുപക്ഷെ ജടായുവിന് അറിയാമായിരിക്കാം. രാവണൻ യുവത്വത്തിൻ്റെ കരുത്തുള്ളവനാണ്, ആയുധധാരിയാണ്, വലിയ രഥവുമുണ്ട്. ജടായു ആകട്ടെ പ്രായം ചെന്ന് തളർന്ന ഒരു പക്ഷി മാത്രമാണ്. എങ്കിലും ഒരു പെൺകുട്ടിയുടെ കണ്ണീര് കണ്ട് തളർന്നിരിക്കാൻ ആ വീരന് കഴിഞ്ഞില്ല. ജടായു രാവണന്റെ വഴി തടഞ്ഞു. നത്തെ ജീവതോ മേ നയിതും ജനകാത്മജാം രാഘവസ്യ പ്രിയാം ഭാര്യാം യഥാ ഇന്ദ്രസ്യ ശചീമിവ. അർത്ഥം, രാവണ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ രാഘവനായ ശ്രീരാമന്റെ പ്രിയപത്നിയും ജനകന്റെ പുത്രിയുമായ സീതയെ നിനക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ഇന്ദ്രന്റെ ശചീദേവിയെ അപഹരിക്കാൻ ആർക്കും കഴിയാത്തതുപോലെ തന്നെയാണ് ഇതും. വാൽമീകി രാമായണത്തിൽ ആ വൃദ്ധപക്ഷിയും ലങ്കേശനും തമ്മിൽ നടന്നത് അതിഭയങ്കരമായ യുദ്ധമാണ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ജടായു തൻ്റെ മൂർച്ചയുള്ള ചുണ്ടുകൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും രാവണന്റെ ശരീരം കീറി മുറിച്ചു. രാവണന്റെ രഥം തകർത്തു, കുതിരകളെ കൊന്നു. ഒടുവിൽ ക്രോധാകുലനായ രാവണൻ ശ്രീ പരമേശ്വരൻ നൽകിയ തൻ്റെ ചന്ദ്രഹാസ വാളെടുത്തപ്പോൾ ജടായു ശാന്തനായിട്ടുണ്ടാകാം. തക്ക സമയം നോക്കി രാവണൻ ജടായുവിൻ്റെ ചിറകുകൾ അരിഞ്ഞു വീഴ്ത്തി. ചിറകറ്റ ജടായു ചോരയിൽ കുളിച്ച് മണ്ണിലേക്ക് വീണു. പ്രാണൻ പോകുന്ന വേദനയിലും ജടായു മരിക്കാതെ തൻ്റെ ജീവനെ മുറുകെ പിടിച്ചു. എന്തിനായിരുന്നു അത്? സീതയെ ആരാണ് കൊണ്ടുപോയത് എന്ന് രാമനെ അറിയിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ആ കാത്തിരിപ്പ്. സീതയെ കാണാതെ കാട്ടിൽ ഭ്രാന്തനെ പോലെ അലഞ്ഞ ശ്രീരാമൻ ചോരയിൽ കുളിച്ച് കിടക്കുന്ന ജടായുവിനെയാണ് ആദ്യം കാണുന്നത്. ആ നിമിഷം രാമൻ ചിന്തിച്ചത് മറ്റൊന്നായിരുന്നു. ഈ കഴുകൻ തന്നെയാണ് എൻ്റെ സീതയെ കൊന്നു തിന്നത്. രാമൻ തൻ്റെ വില്ലിൽ അമ്പു തൊടുത്ത് ക്രോധത്തോടെ ജടായുവിൻ്റെ നേർക്കെടുത്തു. ചോര തുപ്പിക്കൊണ്ട് പ്രാണവേദനയിൽ കിടന്ന ജടായു ശാന്തനായി പറഞ്ഞു, രാഘവ, നീ തിരയുന്ന ആ ദിവ്യ ഔഷധത്തെ, സീതാദേവിയെ രാവണൻ കൊണ്ടുപോയി. എന്നെ കൊല്ലേണ്ടതില്ല, എൻ്റെ പ്രാണൻ ഇതിനകം തന്നെ രാവണൻ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. രാമൻ തൻ്റെ വില്ല് താഴെയിട്ട് ആ വൃദ്ധപക്ഷിയെ കെട്ടിപ്പിടിച്ച് ഉറക്കെ കരഞ്ഞു. ആ രംഗം രാമായണത്തിലെ ഏറ്റവും വലിയ വൈകാരിക മുഹൂർത്തങ്ങളിൽ ഒന്നാണ്. ദശരഥൻ അയോധ്യയിൽ മരിക്കുമ്പോൾ രാമൻ കാട്ടിലായിരുന്നു. അച്ഛൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ രാമന് കഴിഞ്ഞിരുന്നില്ല. ജടായു രാമൻ്റെ മടിയിൽ കിടന്ന് മരിച്ചപ്പോൾ രാമൻ ലക്ഷ്മണനോട് വിലാപത്തോടെ പറഞ്ഞു, ലക്ഷ്മണ, അച്ഛൻ്റെ മരണത്തേക്കാൾ എന്നെ വേദനിപ്പിക്കുന്നത് ജടായുവിൻ്റെ മരണമാണ്. സ്വന്തം രാജ്യം നഷ്ടപ്പെട്ടു, ഭാര്യയെ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇതാ അച്ഛൻ്റെ സ്ഥാനത്തുള്ള ഈ വൃദ്ധൻ എൻ്റെ മുന്നിൽ ചോരയൊലിപ്പിച്ചു മരിച്ചു കിടക്കുന്നു. ലക്ഷ്മണ, കാട്ടിലെ വിറകുകൾ കൂട്ടി ഈ പക്ഷിശ്രേഷ്ഠനെ നീ ചിതയൊരുക്കൂ. രാമൻ സ്വന്തം കൈകൾ കൊണ്ട് കാട്ടിലെ ഗോദാവരി നദിയിൽ ഇറങ്ങി ജടായുവിന് വേണ്ടി ജലതർപ്പണം ചെയ്യുകയും വന്യമൃഗങ്ങളെ വേട്ടയാടി അതിൻ്റെ മാംസം പിണ്ടമായി സമർപ്പിക്കുകയും ചെയ്തു. ഒരു പക്ഷിക്ക് മനുഷ്യനായ ഭഗവാൻ പുത്രധർമ്മം നൽകിയ ഈ രംഗം അതിവൈകാരികമാണ്. രാമൻ കാട്ടിൽ വെച്ച് ജടായുവിനെ ആദ്യമായി കാണുമ്പോൾ ജടായു തൻ്റെ വംശപരമ്പര വിവരിച്ച ശേഷം ദശരഥനുമായുള്ള ബന്ധം വെളിപ്പെടുത്തുന്നുണ്ട്. പണ്ട് ശംഭാസുരപഥത്തിൽ ദശരഥനെ സഹായിക്കാൻ ദേവന്മാർക്കൊപ്പം ജടായുവും ഉണ്ടായിരുന്നു. അന്ന്
ദശരഥൻ ജടായുവിനെ സ്വന്തം സഹോദരനായി പ്രഖ്യാപിച്ചിരുന്നു. രാമനോട് ജടായു പറഞ്ഞു, മകനെ, നീയും ലക്ഷ്മണനും കാട്ടിൽ വേട്ടയ്ക്ക് പോകുമ്പോൾ ജാനകി ആശ്രമത്തിൽ തനിച്ചായിരിക്കും. ആ സമയങ്ങളിൽ അവൾക്ക് കാവലായി ഞാൻ ഇവിടെയുണ്ടാകും. അച്ഛന് നൽകിയ ആ വാക്ക് പാലിക്കാൻ വേണ്ടിയാണ് ജടായു രാവണന്റെ ചന്ദ്രഹാസത്തിനു മുന്നിൽ സ്വന്തം ചിറകുകൾ വെച്ചു കൊടുത്തത്. ജടായുവിൻ്റെ ജ്യേഷ്ഠനായിരുന്നു സമ്പാതി. കിഷ്കിന്ധാകാണ്ഡത്തിൽ വാനരന്മാർ കടൽ തീരത്തിരിക്കുമ്പോൾ മലമുകളിൽ നിന്ന് വിശന്നു വലഞ്ഞു വന്ന സമ്പാതി അവരെ തിന്നാൻ ഒരുങ്ങുകയായിരുന്നു. ആ സമയത്താണ് വാനരന്മാർ ജടായുവിൻ്റെ പേര് പറയുന്നത്. തൻ്റെ അനിയൻ മരിച്ചു എന്നറിഞ്ഞ സമ്പാതി പൂർണ്ണമായി തകർന്നുപോയി. ചിറകില്ലാത്തതുകൊണ്ട് അവന് താഴേക്ക് പറന്നിറങ്ങാൻ കഴിയില്ലായിരുന്നു. അവൻ കരഞ്ഞുകൊണ്ട് വാനരന്മാരോട് അപേക്ഷിച്ചു, എന്നെ ദയവായി ഈ മലമുകളിൽ നിന്ന് താഴേക്ക് ഇറക്കൂ. എനിക്ക് എൻ്റെ അനിയനു വേണ്ടി തർപ്പണം ചെയ്യണം. അത്രമേൽ തീവ്രമായിരുന്നു ആ ജ്യേഷ്ഠൻ്റെ സഹോദര സ്നേഹം. സൂര്യതാപമേറ്റ് ചിറകുകൾ കരിഞ്ഞ് മലമുകളിൽ വീണ സമ്പാതി ചോരയൊലിപ്പിച്ചുകൊണ്ട് പണ്ട് നിശാകരൻ എന്ന മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്ന് വീണിരുന്നു. ആകാശത്ത് സ്വതന്ത്രമായി പറന്നു നടന്ന വാനമ്പാടിയായ താൻ എങ്ങനെ ജീവിക്കുമെന്നോർത്ത് സമ്പാതി കരഞ്ഞു. അന്ന് മഹർഷി അവന് ആത്മീയ ജ്ഞാനം നൽകി. സമ്പാതി, ഈ ശരീരം നശ്വരമാണ്. നിന്റെ ചിറകുകൾ പോയത് ഒരു വലിയ നിയോഗത്തിൻ്റെ തുടക്കമാണ്. നീ ഇവിടെ കാത്തിരിക്കുക. വരാൻ പോകുന്ന രാമദൂതന്മാരെ സഹായിക്കുന്നതോടെ നിന്റെ പാപങ്ങൾ തീരും. ആ മഹർഷിയുടെ വാക്ക് വിശ്വസിച്ച് വിശപ്പും ദാഹവും സഹിച്ചുകൊണ്ട് വർഷങ്ങളോളം ആ മലമുകളിൽ സമ്പാതി കാത്തിരുന്ന കാത്തിരിപ്പാണ് സീതാന്വേഷണത്തിന് വഴിത്തിരിവായത്. വാനരന്മാരുടെ സഹായത്തോടെ അവൻ മലമുകളിൽ നിന്ന് താഴെ ഇറങ്ങി ജടായുവിനു വേണ്ടി ജലതർപ്പണം ചെയ്തു. തുടർന്ന് സമ്പാതി തനിക്ക് ചിറകുകൾ നഷ്ടപ്പെട്ട ആ കണ്ണീർ കഥ വാനരന്മാരോട് വിവരിച്ചു. ബാല്യകാലത്ത് താനും ജടായുവും തമ്മിൽ ആരാണ് കൂടുതൽ ഉയരത്തിൽ പറക്കുക എന്ന് പന്തയം വെച്ചു. അവർ സൂര്യൻ്റെ അടുത്തേക്ക് പറന്നുയർന്നു. മുകളിലേക്ക് പോകുന്തോറും സൂര്യൻ്റെ ചൂട് സഹിക്കാൻ കഴിയാതെയായി. പെട്ടെന്ന് സൂര്യതാപമേറ്റ് അനിയനായ ജടായു അപകടത്തിൽപ്പെടുമെന്ന് ഭയന്ന ജ്യേഷ്ഠൻ സമ്പാതി സ്വന്തം ചിറകുകൾ വിടർത്തി ജടായുവിന് മുകളിൽ ഒരു കുടയായി നിന്നു. സൂര്യൻ്റെ കടുത്ത ചൂടിൽ സമ്പാതിയുടെ ചിറകുകൾ പൂർണ്ണമായും കരിഞ്ഞു പോവുകയും അവൻ മലമുകളിലേക്ക് വീഴുകയും ചെയ്തു. അനിയന്റെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ചിറകുകളും ആകാശത്തെ സ്വാതന്ത്ര്യവും ബലി നൽകിയ ആ ജ്യേഷ്ഠന്റെ സ്നേഹം ഏതൊരു മനുഷ്യന്റെയും കണ്ണു നിറയ്ക്കുന്നതാണ്. തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് 100 യോജന അകലെയുള്ള ലങ്കയിലെ അശോകവനത്തിലിരിക്കുന്ന സീതാദേവിയെ സമ്പാതി കണ്ടു. കഴുകന്മാർക്ക് മൈലുകൾ അകലെയുള്ളത് കാണാം. അവൻ വാനരന്മാർക്ക് കൃത്യമായ വഴി കാട്ടിക്കൊടുത്തു. കടലിനക്കരെയുള്ള ലങ്കയിലാണ് സീതയുള്ളത്. നിങ്ങൾ കടൽ ചാടി കടക്കുക. രാമകാര്യത്തിനായി വഴി കാട്ടിക്കൊടുത്ത ആ നിമിഷം, അത്ഭുതമെന്ന് പറയട്ടെ, സമ്പാദിയുടെ ശരീരത്തിൽ പുതിയ ചിറകുകൾ മുളച്ചു വന്നു. പ്രത്യാശയോടെ, ഉറച്ച ചിറകുകളോടെ അവൻ വീണ്ടും ആകാശത്തേക്ക് പറന്നുയർന്നു. വാൽമീകി രാമായണത്തിലെ ഈ 2 പക്ഷികൾ മനുഷ്യവർഗത്തിന് വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. സമ്പാതി അനിയൻ ജടായുവിന് വേണ്ടി സ്വന്തം ചിറകുകൾ ത്യാഗം ചെയ്തു. ജടായു ശ്രീരാമന് വേണ്ടി സ്വന്തം ജീവൻ തന്നെ ത്യാഗം ചെയ്തു. ഒരാൾ അനിയന്റെ ജീവൻ രക്ഷിക്കാൻ ചിറകുകൾ കളഞ്ഞപ്പോൾ മറ്റൊരാൾ ജ്യേഷ്ഠൻ തന്ന ആ ജീവൻ ധർമ്മസംരക്ഷണത്തിനായി ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചു. മരണത്തിലൂടെ ജടായുവും അതിജീവനത്തിലൂടെ സമ്പാദിയും രാമായണത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ, ഒരിക്കലും മരിക്കാത്ത പ്രകാശഗോപുരങ്ങളായി മാറി. ജടായുവിൻ്റെ കഥ പെട്ടെന്നുണ്ടായ ഒരു ധീര രക്തസാക്ഷിത്വമാണെങ്കിൽ സമ്പാദിയുടേത് പതിറ്റാണ്ടുകൾ നീണ്ട നിശബ്ദമായ നോവിൻ്റെയും കാത്തിരിപ്പിൻ്റെയും കഥയാണ്. രാമായണത്തിലെ ഈ 2 പക്ഷി രാജാക്കന്മാരും കാട്ടിത്തരുന്നത് വിധി എത്ര ക്രൂരമായാലും ധർമ്മത്തിനു വേണ്ടി നിലകൊള്ളുന്നവരുടെ കൂടെ എന്നും ഭഗവാൻ ഉണ്ടാകുമെന്നും ഭഗവാന്റെ അനുഗ്രഹം എന്നും അവർക്ക് ലഭിക്കും എന്നുമാണ്. അതുകൊണ്ട് തന്നെ രാമായണം വായിച്ചു കഴിഞ്ഞാലും ജടായുവിൻ്റെ ചോര പുരണ്ട ചിറകുകളും സമ്പാദിയുടെ വീണ്ടും വിരിഞ്ഞ ചിറകുകളും നമ്മുടെ മനസ്സിൽ ഒരിക്കലും മായാത്ത ധർമ്മത്തിൻ്റെ 2 ചിറകുകളായി എന്നും നിലനിൽക്കും. ഹരേ രാമ. പ്രസന്നനായി അത്രീന്ദ്രൻ തന്നോടരുളി ചെയ്തു മധുരമായി, ഹസ്തു തേ ഭദ്രം ഗച്ഛ പദം മേ വിഷ്ണോഹ. പരമിസ്തോത്രമെഴുതിയതും പഠിച്ചും കേട്ടുകൊണ്ടാൽ ഭക്തനായുള്ളവന് വന്നിടും മത്സാരൂപ്യം. പക്ഷീന്ദ്ര നിന്നെപ്പോലെ മൽപരായണനായാൽ ഇങ്ങനെ രാമവാക്യം കേട്ടൊരു
പക്ഷി ശ്രേഷ്ഠനങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചു പോയി. ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചു തേ നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ.